കക്ഷി രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായിട്ടാണ് പാർലമെന്റിലെ ഇരുസഭകളിലും അംഗങ്ങൾ പാകിസ്ഥാന്റെ നടപടിക്കെതിരെ അണിനിരന്നത്. സർക്കാർ എടുക്കുന്ന ഏത് നടപടിക്കും പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് അംഗങ്ങൾ പ്രഖ്യാപിച്ചു. തട്ടിക്കൂട്ടിയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജാദവിന് വധശിക്ഷ നൽകിയിരിക്കുന്നതെന്ന് ഇരുസഭകളിലും പ്രസ്താവന നടത്തിയ വിദേശമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കി. വധശിക്ഷ നടപ്പാക്കിയാൽ ആസൂത്രിത കൊലപാതകമായി കാണും. Our High Commission in Islamabad has continuously pressed Pakistani authorities for such access. കുൽഭൂഷൺ ജാദവിനെ ഇറാനിൽ നിന്നാണ് പിടികൂടിയതെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ നടന്ന ഹ്രസ്വസമയ ചർച്ചയ്ക്ക് മറുപടി നൽകവേ പറഞ്ഞു. भारतीय हाई कमीशन के द्वारा जो है अनुरोध किए जाने के बावजूद काउंसलर एक्सेस जो दी जानी चाहिए थी वह काउंसलर एक्सेस नहीं दी गई है. പാകിസ്ഥാന്റെ നടപടി സർക്കാർ ഗൗരവത്തോടെ കാണണമെന്ന് മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. Government of India must take it very seriously. The entire nation is shocked and expressed on this matter. കുൽഭൂഷനെ പാക് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയെന്ന് കോൺഗ്രസ് സഭാ നേതാവ് മല്ലികാർജുന ഖാർഗെ ലോക്സഭയിൽ ആരോപിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.